നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നലെ നമ്മൾ രാത്രിയിൽ കണ്ട കാഴ്ച രമേശ് ചെന്നിത്തല ഗുരുവായൂർക്ക് പോകുന്നു, അത് പിണങ്ങി പോകുന്നു. പറയാം അല്ലേ, അദ്ദേഹം ഗുരുവായൂർ തൊഴാൻ പോയതാണ് അദ്ദേഹത്തിന്റെ വേർഷൻ. നമുക്ക് പിണങ്ങിപ്പോയെന്ന് പറയാം. പിണങ്ങിപ്പോയതാണ് നമ്മുടെ ചാനലുകൾ. അതെ. ഇന്ന് രാവിലെ അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ എന്നെ അതിശയിപ്പിച്ചത് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയ ആൾക്കൂട്ടമാണ്. നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. വി ഡി സതീശന് മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്കും ആൾക്കൂട്ടം ഉണ്ട് എന്നതിന്റെ തെളിവായിരുന്നു. അതെ. പക്ഷെ പിന്നീട് രാവിലെ ചാനലുകൾ വെക്കുമ്പോൾ കാണുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത, സതീശന് MLA സ്ഥാനം രാജിവെക്കുന്നു. രമേശ് MLA സ്ഥാനം രാജിവെക്കുന്നതാണ്. അല്ല, ഇത് വേറൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇതുവരെ MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അതിനു മുമ്പ് എങ്ങനെ രാജിവെക്കുന്നത്? MLA സ്ഥാനം. അപ്പൊ ഈ നിയുക്ത MLA ആണ്. പഴയ നിയമസഭയുടെ കാലാവധി കഴിഞ്ഞു. ആ MLA സ്ഥാനം കഴിഞ്ഞു. MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാതെ രാജിവെക്കാൻ പറ്റും? രാജിവെക്കേണ്ട കാര്യമില്ല. അല്ലാതെ അല്ല, രാജിവെക്കാൻ പറ്റുമോ എനിക്കറിയില്ല. രാജിവെക്കേണ്ട കാര്യമില്ല. സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അസാധുവായി. അതെ, അതിനൊരു കാലാവധിയുണ്ട്. ഈ കാലത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അയാൾ MLA അല്ല. അപ്പൊ ഞാൻ ഈ വാർത്ത കിട്ടിയ ഉടനെ ജോസഫ് വാഴക്കിനെ വിളിച്ചു. അപ്പൊ ജോസഫ് വാഴക്കിനോട് ചോദിച്ചു, പൊട്ട ചാനലുകൾ ചെയ്യുന്നില്ലേ, നിങ്ങൾ എന്തിനായിട്ട് പുറകെ പോകുന്നതെന്ന് ചോദിച്ചു. അല്ല, അതാണ് നമ്മളൊരു മാധ്യമ പ്രവർത്തനത്തിന് ഒരു അടിസ്ഥാന ധർമ്മമില്ല. ഇങ്ങനൊരു സംഭവം വരിക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കൊടുക്കാം. അപ്പൊ ഒരു ചാനൽ ഞാൻ കണ്ടത് സ്ഥിരീകരിച്ചു, ഇത് കൺഫേം ആണെന്ന് പറഞ്ഞു. ആര് കൺഫേം? റിപ്പോർട്ടർ ആയിരിക്കും. അതെ. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ റിപ്പോർട്ടർ എന്താ ചെയ്യുന്നത്, നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനൽ അവരുടെ റേറ്റിങ്ങിന് വേണ്ടി ഒരു വാർത്ത അങ്ങ് സൃഷ്ടിക്കും. ഈ റിപ്പോർട്ട് ഇത് അടിക്കുമ്പോൾ ആളുകളെല്ലാം ഈ വാർത്തയുടെ കൗതുകം അങ്ങോട്ട് പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചാനൽ കയറി പിടിക്കും. ഞാൻ അപ്പം തന്നെ ഡെസ്കിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ ഡെസ്കിലേക്ക് അറിയിച്ചു ഈ വാർത്ത കൊടുക്കരുത്, ഞാൻ സ്ഥിരീകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ വാഴക്കനെ വിളിച്ചു. വാഴക്കൻ പറഞ്ഞു രാജിവെക്കത്തില്ലെന്ന് മാത്രമല്ല മന്ത്രിസഭയിൽ കയറാൻ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രമാണ് രമേശ് ചെന്നിത്തല നടത്തിക്കൊണ്ട്. തീർച്ചയായും അത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. അത് നമുക്കറിയാം. ഇവരെ മുതലാളി ഇന്ന് CLP എന്ന് പറഞ്ഞ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി എടുത്ത് വെച്ചിട്ട് CPM നുണ്ട്, CMPക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് CLP. ഊളത്തരവും വിളിച്ചു പറയാൻ മാത്രം. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ആൻഡോ മുതലാളി ഭയങ്കര ആവേശഭരിതനായ ആധികാരിക CLP കുറിച്ച് പറയുമ്പോഴല്ലോ ചിരി അടക്കി പിടിക്കാൻ പറ്റാത്ത മാധു. മറ്റേ പുള്ളി കാര്യത്തിൽ കുഴപ്പമില്ല, സ്മൃതി. കാരണം ഇത് കണ്ടുപരിക്കും, സ്ഥിരം കേൾക്കുന്നതാണല്ലോ. സ്മൃതി വിട്ടിത്തം കേട്ട് മടുത്തു. അവര് സീസൺഡായി, ഒരു കുഴപ്പമില്ല. ഈ മാധു ഇത് കേട്ടിട്ടേ ഈ കിറുക്കി ചിരിക്കുവാണ് കേട്ടോ. അത് ഭയങ്കരം തന്നെ എന്തായാലും. അപ്പൊ ഈ വേറെ വിറ്റുണ്ട് ഇത് കഴിഞ്ഞ് ഈ അരുൺകുമാർ വന്ന് ഇത് തന്നെ പറയുന്നുണ്ട്. അരുൺ അങ്ങനെ എപ്പോഴും അറിയോ, അരുൺ ഒരു അറിവില്ലാത്തത് കൊണ്ടല്ല, അയാൾ കിളി പറഞ്ഞതിനകത്തിരിക്കുന്നത് ഒരു അതുകൊണ്ടാണല്ലോ അരുൺ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റ് നടന്നപ്പം നോട്ട് നിരോധിക്കുന്നു വാർത്ത വായിച്ചു. ഇത് ലോജിക്കില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. അത് തന്നെ ഇവിടെ സംഭവിച്ചു. CLP. അപ്പൊ ഇത്തരം ആൾക്കാരാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തല രാജിവെക്കുമെന്ന് പറഞ്ഞ്, എടാ രാജിവെക്കണേ ആദ്യം ആൾ സത്യപ്രതിജ്ഞ ചെയ്യണം, എന്നിട്ട് വേണേൽ രാജിവെക്കാൻ. അതുപോലും അറിയാൻ പറ്റാത്ത മിനിമം ഇതിന്റെ ഒരു എന്താ പ്രശ്നം, നമ്മളൊരു വാർത്ത വരുന്നു, അതിന്റെ ഒരു ലോജിക്ക് വേണ്ട. ഈ രമേശ് ചെന്നിത്തല പക്ഷെ എന്നെ ഞെട്ടിച്ചത്, ഞാൻ കരുതിയിരുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹത്തിന് അർഹനായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് ആ പദവി കിട്ടിയില്ല. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന് രണ്ടാമത്തെ പദവി ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. പക്ഷെ അവിശ്വസിച്ച് അന്ന് ഇന്നലെ വരെ എന്നോട് ഈ സതീശൻ ക്യാമ്പ് പറഞ്ഞിരുന്നത് ആഭ്യന്തരം വിട്ടുകൊടുക്കും, ധനകാര്യം എടുക്കാൻ പറ്റുമെന്ന് നോക്കും. കാരണം ധനകാര്യം സാധനം എടുക്കാറില്ല, പക്ഷെ മുഖ്യമന്ത്രിക്ക് വേണം ധനകാര്യം എടുക്കാം. ആഭ്യന്തരം ഇല്ലാത്തതുകൊണ്ട് പകരം കാരണം ഈ പണി അറിയാവുന്ന ആരുമില്ല. ഈ ധനകാര്യം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഈ മന്ത്രിസഭയിൽ ആരുമില്ല. VD സതീശനേ ഉള്ളൂ. കാരണം നമ്മുടെ മാണി സാറ് പോയതിനു ശേഷം പിന്നെ ഭരണം കിട്ടിയിട്ടില്ല. പിന്നെ ഉമ്മൻചാണ്ടിയൊക്കെ കൈകാര്യം ചെയ്തു. അതെ, ഉമ്മൻചാണ്ടി, KM മാണി ഇവര് കഴിഞ്ഞതിന് ശേഷം ശരിക്കും CP ജോൺ മാത്രമാണ് ഇപ്പൊ നിലവിൽ. CP ജോൺ ആ വകുപ്പ് കൊടുക്കത്തില്ല. കാരണം ഘടകകക്ഷിക്ക് അപ്രസക്ത വകുപ്പ്, അത്രയും വലിയ വകുപ്പ് കൊടുക്കാൻ സാധിക്കും. അപ്പൊ VD സതീശൻ തന്നെ ധനമന്ത്രി ആവാൻ സാധ്യതയുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ആഭ്യന്തരത്തിന് പിടിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പം VD സതീശൻ കർശനമായും ആഭ്യന്തരം വിട്ടുതരത്തില്ല, ആഭ്യന്തരമില്ലെങ്കിൽ ഭരിക്കാൻ പറ്റത്തില്ല എന്ന വിശ്വാസമാണ്. അത് കറക്റ്റാണ്. അല്ല, പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം പോലും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അന്യായമല്ലേ? ധനമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് യോജിക്കത്തില്ല. അത് അദ്ദേഹത്തിന് പറ്റിയ പണിയല്ല. അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ശരിക്കും ഇവർ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഉറപ്പായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കൊടുക്കണം. അതാണ് അതിന്റെ നീതി എന്ന് പറയുന്നത്. നീതിസഹമായിട്ടുള്ള ഒരു വിഭജനമാണെങ്കിൽ ശരിയാണ്. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം ഇല്ലാതെ എങ്ങനെ ഭരിക്കാൻ പറ്റില്ല? തിരുവഞ്ചൂരല്ലേ ഭരിച്ചത്, രമേശ് അല്ലേ കഴിഞ്ഞ UDF സർക്കാർ. തിരുവഞ്ചൂരും രമേശും മാറി VS അച്യുതാനന്ദന്റെ കൂടെ പിന്നെ കോടിയേരി അല്ലേ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നിട്ടുള്ളത്. പിണറായി വിജയന്റെ അടുത്ത് വന്നപ്പോഴാണല്ലോ അത് കൊടുക്കാതെ പോയത്.
അതിന് മുമ്പ് പിണറായി വിജയനല്ലേ കോടിയേരി ആഭ്യന്തരം. എന്തായാലും ആ ഒരു കാര്യത്തിൽ തർക്കം നിൽക്കുന്നു. അതിനിടയിൽ KPCC പ്രസിഡന്റായി വാഴക്കനെ ജോസഫ് വാഴക്കൻ. അത് നടക്കുമോ? അതൊരു നല്ല ഫോർമുലയാണ്. എന്നാന്ന് വെച്ചാൽ മറ്റൊന്നും കൊണ്ടുമല്ല, ഒത്തുതീർപ്പ് അല്ല, ഒത്തുതീർപ്പ് ഫോർമുലയല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് രമേശ് കയറി വെട്ടിയത്, അതായത് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് VD സതീശനാണ്, രമേശിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെ. ആ VD സതീശൻ പറഞ്ഞതിന് മുമ്പ് തന്നെ രമേശ് ചെന്നിത്തല അതിൻ്റെ ഒരു പൈതൃകം എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതെ. കാരണം എന്താ വെച്ചാൽ VD സതീശനെ KPCC പ്രസിഡന്റ് ആകാൻ പറ്റിയ സ്ഥാനാർത്ഥികളാരും കയ്യിലില്ല. ഇല്ല. മന്ത്രിയാകാൻ പറ്റിയൊരു പോലും ഇല്ല. VD സതീശൻ ഒറ്റയാനാണ്. VD സതീശനെ മന്ത്രി കാണിക്കുന്നത് ഷിയാസിനെ പോലെ ആദ്യം MLA ആയവരും വേറെ ആരുമില്ല. കാരണം എല്ലാവരും KC വേണു പോലും മുഖ്യമന്ത്രി ആവുമെന്ന് കരുതി വേണുവിൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ പരമ്പരാഗതമായി ഈ ഗ്രൂപ്പുകാർ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു, രമേശിൻ്റെ കൂടെ. VD സതീശൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ VD സതീശൻ മന്ത്രിയാക്കണേ ജ്യോതികുമാർ ചാവക്കാലയും TJ വിനോദിനെയൊക്കെ അൻവർ സാദത്തുണ്ട്. അൻവർ സാദത്ത് പുള്ളിയുടെയാണോ? പുള്ളിയുടെ കൂട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നം വരാൻ പോകുന്നത് ആർക്കാന്നറിയോ? സിദ്ദിഖിനാണ്. കാരണം ഈ മുസ്ലിം കോട്ടയാണ്, എല്ലാത്തിനകത്തും കോട്ടയാണല്ലോ. അതെ, കംപ്ലീറ്റ് കോട്ടയാണ്. ഈ കോട്ട വരുമ്പോഴാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നത്. ഉദാഹരണത്തിന് സിദ്ദിഖിനാണ് കൂടുതൽ, അല്ല സിദ്ദിഖും അൻവർ സാദത്തും ഏകദേശം ഒരേ സീനിയോറിറ്റിയാണ്. ഇല്ല, അൻവർ സാദത്ത് ആയിരിക്കും നേരത്തെ ആയ ആള്. അതെ, അൻവർ സാദത്ത് ആണെന്ന് തോന്നുന്നു. മൂന്നാം തവണ മത്സരിച്ചെങ്കിലും ജയിക്കുന്നത് സിദ്ദിഖ് രണ്ടാമത്തെ തവണ, സാദത്ത് മൂന്നാം തവണ. അതെ അതെ അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ അൻവർ സാദത്തിന് VDയുടെ കൊടുക്കേണ്ടി വരും. അതെ. മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ ആശയക്കുഴപ്പം തുടരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനം, അല്ല സോറി, ഈ മറ്റേ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഇദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുന്ന അന്യായമാണെന്നുള്ള അഭിപ്രായം. അല്ല, അതിനകത്ത് വലിയ ശക്തമായിട്ടുള്ള ചർച്ചയും നടക്കും. ഇത് വീണ്ടും ഒരു വിവാദത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിച്ച് ഒന്നിനും ചെന്നിത്തല വഴങ്ങാൻ സാധ്യതയില്ല. ഇല്ല, വഴങ്ങാൻ പാടില്ലെന്നുള്ള അഭിപ്രായം. പിന്നെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വാഴക്കനെ നിർദ്ദേശിച്ചത് ഞാൻ പറയുന്നത് അദ്ദേഹം നല്ല നിർദ്ദേശമാണ്. ഇപ്പൊ നിലവിൽ ഒരു ഭാരവാഹിത്വം, അതാണ് മെയിൻ. അങ്ങേർക്ക് ഒരു സീറ്റ് എന്തിനാണ് MP-മാരും MLA-മാരും KPCC പ്രസിഡന്റ് ആവുന്നത്? അതെ, അല്ല അതെ. ഇപ്പം കൊടിക്കുന്നിലും ആന്റണി ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർ MP-മാരാണ്. ഇപ്പൊ അടൂർ പ്രകാശിനെ പോലെ ഒഴിവാക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒഴിവാക്കണം. കാരണം ഇതിപ്പം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ കൊണ്ടുവരണം. പ്രത്യേകിച്ച് അടൂർ പ്രകാശ് MP-യാ, ഒരു MLA LDF കൺവീനറായി മനസ്സിലാക്കാം. കാരണം ഇവിടെ UDF കൺവീനറായി മനസ്സിലാക്കാം. കാരണം ഇവിടെയാണല്ലോ അവരുടെ ഓപ്പറേഷൻ. ഇദ്ദേഹം അങ്ങനെ ഇവിടെ UDF-നെ പ്രത്യേകിച്ച് ഭരണം കിട്ടിയ സ്ഥിതിക്ക് UDF കൺവീനർ ഈ UDF യോഗങ്ങളിൽ എങ്ങനെ വരും? തന്ത്രപ്രധാനമായ മന്ത്രിസഭാ തീരുമാനങ്ങൾക്ക് മുമ്പ് ഈ യോഗം കൂടണ്ടേ, മുന്നണി യോഗം കൂടാതെ ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുമായിരിക്കും. കാരണം അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങളുമുണ്ട്. ഈ സീറ്റ് കിട്ടാത്ത ഒരുപാട് നേതാക്കളുണ്ട്, അവരെ അക്കോമഡേറ്റ് ചെയ്യണം. VM സുധീരൻ നല്ലൊരു ഓപ്ഷനാണ് UDF കൺവീനർ സ്ഥാനത്തേക്ക്. ഇനി KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാഴക്കനെ, കാരണം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതാ. പീരുമേട് ചോദിച്ച അദ്ദേഹത്തോട് കാഞ്ഞിരപ്പള്ളി കൊടുക്കാവുന്നും അപ്പുറം കൊടുക്കാവുന്നും ഒക്കെ പറഞ്ഞല്ലേ, എങ്ങും കിട്ടിയല്ലോ. അദ്ദേഹം ഏറ്റുമാനൂര് പോയി പോസ്റ്റർ അടിച്ചതാണ്. അതെ, പോസ്റ്റ് അടിച്ച് നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ മനുഷ്യനാണ്. അദ്ദേഹത്തിനെയാണ് ഇതാക്കി വെച്ചത്. അപ്പൊ എന്തായാലും ഈ ഫോർമുല പരിപാലിക്കപ്പെടുമെന്ന് അറിയാം. എന്തായാലും പുള്ളിയുടെ സതീശൻ നിയുക്ത മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് എല്ലാ തരം കളികളും ശൈലി മാറ്റമാണ്. അതായത് എനിക്കിന്നത്തെ അതിശയം തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ചില കാര്യം വളരെ, ഇതിപ്പോൾ നമ്മൾ ഇന്ന് സതീശിൻ്റെ പ്രഖ്യാപനങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന 2 പ്രഖ്യാപനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തേത് അദ്ദേഹം എസ്കോട്ടും 2 വണ്ടി മതി, പൈലറ്റ് എസ്കോട്ട് 40 പേരും 50 മുമ്പിലും പിറകിലും ഓരോ വണ്ടി മതി. അത് ന്യായമാണ്. അതിൽ പുള്ളി എസ്കോട്ട് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. പോലീസ് പറഞ്ഞു പറ്റത്തില്ല, ഇത് സുരക്ഷ ബ്ലൂ ബുക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്തുനിന്ന് വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാം, വാഹന വ്യൂഹത്തിന്റെ എണ്ണം കുറയ്ക്കാം, ഉദ്യോഗസ്ഥരെയും കുറയ്ക്കാം. പക്ഷേ ഈ പൈലറ്റും എസ്കോട്ടും മസ്റ്റ് അല്ല. അതായിക്കോട്ടെ, ഒരു മുഖ്യമന്ത്രി ആവുമ്പം പൈലറ്റ് എസ്കോട്ടും വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ വാഹനങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. മാത്രമല്ല പിണറായിയുടെ കറുത്ത വണ്ടിയില്ലേ മറ്റേ, അത് എടുത്തില്ല, കിയ, അത് വേണ്ടെന്ന്. സാധാരണ പുള്ളി ഇന്നോവ ക്രിസ്റ്റയിലാണ്. അത് മറ്റേ പുള്ളി ജ്യോതിഷവശാൽ ഇനി അതിനകത്ത് വല്ല കൊണ്ടികൂടോത്രം ഉണ്ടോന്ന് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും. അപ്പൊ അതെന്തായാലും ആ ഒരു തീരുമാനം അഭിനന്ദനാർഹമാണ്. രക്ഷാപ്രവർത്തകരെ ഒഴിവാക്കി. ഇദ്ദേഹത്തിന്റെ കൂടി വലിയ വടി, അത് നിയമവിരുദ്ധമായ വടിയാണ്. അല്ല, ഇദ്ദേഹത്തിന്റെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പിണറായി വിജയനെ. ഞാൻ ഈ നന്തൻകോട് വഴിയാണ് പലപ്പോഴും പോകുന്നത്. ഈ നന്തൻകോട് വഴി പോകുമ്പം തടഞ്ഞു നിർത്തും. കാരണം ഇദ്ദേഹത്തിന്റെ വസതി അവിടെ ആണല്ലോ. നമ്മളിവിടെ തടഞ്ഞു നിർത്തും. അപ്പോൾ കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ എന്നെ മുമ്പിലാണ് തടഞ്ഞു നിർത്തുന്നത്. ഞാൻ പറഞ്ഞു എന്താ പരിപാടി? അപ്പോൾ ഞാനാകാൻ അവർക്ക് ചമ്മൽ. പക്ഷേ എന്നോട് ഞാൻ പറഞ്ഞു എന്താ കാര്യം, എന്നെ ഒന്നും മിണ്ടുന്നില്ല, തടഞ്ഞു നിർത്തി കംപ്ലീറ്റ്. ഈ പോകുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. എത്ര വണ്ടിയാണ് നമ്മുടെ ട്രെയിൻ പോകുന്ന പോലെ, റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് വണ്ടിയാണ്. അതായത്
ഈ വലിയ വണ്ടിയിലെ പോലീസിന്റെ ഇടിവണ്ടി, അതെ അതെ അതൊക്കെ വലിച്ച് ഇതിന്റെ കൂടെ എത്താൻ പറ്റത്തില്ല. ആംബുലൻസ് ഉണ്ട്, ഈ ഇടിവണ്ടി ഉണ്ട്, ആംബുലൻസ് 2-3 ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ഇതുണ്ടല്ലോ ഈ മൊബൈൽ ജാമർ, അതുകൊണ്ട് മൊബൈൽ ജാമർ ഉണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നു ഒരു ജൂനിയർ പ്രധാനമന്ത്രി ലെവലിലാണ് പോകുന്നത് ഈ അതല്ല ഈ ഇടിവണ്ടിയുടെ ഫോട്ടോ സഹിക്കാൻ പറ്റില്ല, ഓടിയെത്താൻ പറ്റത്തില്ല. ഇല്ല, അതിന് സ്പീഡും ഇല്ല. പഴയ ഓരോ ക്യാമ്പിൽ നിന്നും എടുത്തോണ്ട് പോകുന്ന ഈ സാധനം, അതാ ഓരോ ജില്ലയിൽ ചെല്ലുമ്പോൾ. അപ്പൊ ഇത്തരം ഭീകരാവസ്ഥ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. തടച്ചിൽ എങ്ങനെയാണെന്നറിയോ, അരമണിക്കൂർ മുമ്പ് തടയും. അല്ലാതെ ഇങ്ങനെ കടന്നു വരുമ്പോ അല്ല, അരമണിക്കൂർ മുമ്പ് അതിനിടയ്ക്ക് നമ്മളങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഇവന്മാർ അടിക്കും. അതെ അതെ. എന്ന് മാത്രമല്ല, ഇവിടുന്ന് പുള്ളി കോട്ടയത്തിന് പോകുന്ന വെച്ചു മുഴുവൻ സിഗ്നലുകളും ഓഫാക്കും. അതെ, ഇവിടുന്ന് പോകുന്ന വഴിക്ക് അപ്പോഴത്തേക്ക് ഈ പീക്ക് ടൈമിലൊക്കെ ആയിരിക്കും മുഴുവൻ സിഗ്നലും ഓഫാക്കും. 1, 2 ഈ അവിടെയുള്ള എല്ലാ പോലീസുകാരും ഡ്യൂട്ടിക്കിടും, ഇവര് കൂടാതെ ആ സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാർ. അതായത് ഓരോ ഇടവഴിയുടെ അവിടെ ഓരോ പോലീസുകാരനെ, 2 പോലീസുകാരനെ ഇടും. ഒരു കാരണവശാലും സൈക്കിൾ പോലും വന്ന് കയറാൻ പാടില്ല. ഇതാരെ അയാൾ പേടിച്ചത്? അതാണ് ജനത്തെ പേടിച്ചത്. ജനപിന്തുണയാണ്, അയാൾ ഭയങ്കര മഹാനാണെന്ന് പറഞ്ഞ് ആരെയാണ് പേടിച്ചത്? അയാൾ ഫോബിയ ഉള്ള ആളായിരുന്നു. അതായത് ഇതൊരു തരം ഈ ഫോബിയ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും പേടിയാവുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അത്. കരിങ്കൊടി കണ്ടാലും പേടിയാ, കറുത്ത മാസ്ക് കണ്ടാൽ പേടിയാ. ഇവിടെ ചുമ്മാ അമ്പലത്തിൽ പോകാൻ കറുപ്പെടുത്തോണ്ട് പോയവനെ വരെ പിടിച്ച് അകത്ത് കൊണ്ടിട്ട പരിപാടിയുള്ള നടക്കുന്ന സ്ഥലമാണ് ഇത്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഇദ്ദേഹത്തിന് എല്ലാത്തിനും ഭയമാണ്. പക്ഷെ ഇത്രയും വലിയ ഈ 40-50 സെക്യൂരിറ്റിയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം വീരവാദം മുഴുകിക്കൊണ്ടിരുന്നത്. അതെ, ഇരട്ടച്ചങ്കൻ അല്ലേ, ബ്രണ്ണൻ കോളേജ്, ഇതെല്ലാം പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. വേറൊരു കാര്യം കൂടെ പിണറായി വിജയന്റെ അറിയാം. അതായത് എന്താണ് ഓഫീസിൽ നടക്കുന്നത് ഇദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം മാധ്യമങ്ങളെ ആട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഈ കുറിപ്പില്ലാതെ പുള്ളിക്ക് ഒന്നും അറിയില്ല. ഇപ്പൊ വെളിയിലിറങ്ങുമ്പോൾ സതീശനെ ഇനിയും ശ്രദ്ധിച്ചോണം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വെളിയിലിറങ്ങുമ്പോൾ അദ്ദേഹത്തോട് ഒരു വിവരം ചോദിച്ചാൽ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി. പിണറായി വിജയൻ അത് അറിയില്ല. അത് നമ്മുടെ ബി അശോകും പറഞ്ഞിട്ടുണ്ട്, പണ്ട് മരപ്പൊട്ടനാണെന്ന് മറ്റേ പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ശിവശങ്കർ. ഇതാണ് പ്രശ്നം. പിണറായിയുടെ പ്രശ്നം പാർട്ടി രാഷ്ട്രീയമാണെങ്കിൽ അദ്ദേഹം പറയും, പക്ഷേ വികസനമോ ഒന്നും അറിയില്ല, അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഇത് എന്തൊക്കെയോ പേപ്പർ ആരാണ്ടൊക്കെയോ കൊണ്ട് പുള്ളി മുഖ്യമന്ത്രിയായിട്ട് അവിടെ നിന്ന് ഒപ്പിട്ട് കൊടുക്കും. ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ അകറ്റി നിർത്തിയത്. നോക്കൂ, ആ മനുഷ്യൻ എന്നിട്ടും അധികാരം വിട്ടൊഴിയാൻ മടിയായതുകൊണ്ട് ആ പ്രതിപക്ഷ നേതൃ സ്ഥാനം മകൾക്ക് വേണ്ടിയാണെന്നാണ് എനിക്ക് കിട്ടിയ ഒരു വിവരം. കാരണം ഇത് ശരിക്കും ബാലഗോപാലാണ് ഇത് ഉറപ്പിച്ചിരുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ. അതെ, അദ്ദേഹം മാത്രമേ കേന്ദ്ര കമ്മിറ്റി ഉള്ളൂ. അദ്ദേഹം ഉറപ്പിച്ചിരുന്നതാണ്. അപ്പൊ ഇവര് മകളാണ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ ഈ പഴയ പദവിയുടെ പകുതിയെങ്കിലും ഒരു ഇത് കിട്ടുമല്ലോ. എനിക്ക് തോന്നുന്നു ഈ കളഞ്ഞ സെക്യൂരിറ്റി എല്ലാം കൂടി ഇദ്ദേഹം മേടിക്കുമെന്ന് അറിയത്തില്ല. അപേക്ഷ കൊടുത്തിട്ട് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ട്രോള് വരുന്നുണ്ട്. സതീശന് വേണ്ടെങ്കിൽ ഞാൻ ഇത് എടുത്തോട്ടെ. കാരണം നമ്മൾ ചോദിക്കത്തില്ലേ, എന്തായാലും ഫുഡൊക്കെ ഇരിക്കും, നിനക്കിത് വേണ്ടല്ലോ, ഞാൻ കഴിച്ചോട്ടെ എന്ന് ചോദിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ സതീശ ഇത് വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നേരും, ഞാൻ എടുത്തോളാം. അത് പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇയാൾ എന്തിനാണ് പിന്നെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാനാണ് ഈ വലിയ വാടക വീട്ടിലേക്ക് മാറിയത്? 4500 സ്ക്വയർ. ഇയാൾ നിയമസഭയിൽ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഉപനേതാവ് എന്തായാലും ഉണ്ടാവും. അത് CPM തന്നെ ആയിരിക്കും, ബാലഗോപാൽ തന്നെ ആയിരിക്കും. ഉപനേതാവ് എന്തായാലും ഉണ്ടാവും. ഇദ്ദേഹം നിയമസഭയിൽ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ത് പറയും, നമ്മൾ ഈ മുമ്പേ പറഞ്ഞ വിഷയം തന്നെ ഉണ്ട്. ഇത് സബ്ജക്ട് അല്ല, അതൊക്കെ കാണാപ്പാടം പഠിച്ചൊക്കെ ചോദിക്കും. അതാണ് പ്രശ്നം. നേരത്തെ പഠിച്ചും പ്രാക്ടീസ് ചെയ്തും. എന്നാലും അതിനൊരു നോക്കി വായിക്കാമല്ലോ. അതുണ്ട്, ഒരു പരിമിതി. വിജയ് നോക്കി വായിക്കുന്ന. അതെ, വിജയ് നോക്കി വായിക്കുന്നത്. ഇതിപ്പം ചെറ്റവർത്തമാനം പറയാനാണെങ്കിൽ അങ്ങനെ പറയാം, പിന്നെ ഇദ്ദേഹത്തിന്റെ പതിവ് പല്ലവിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ അത് നിയമസഭയിൽ പോയി പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, പക്ഷേ ഈ ഒരു ഇത്തരം കാര്യങ്ങൾ ഇപ്പം സതീശിന്റെ ഈ നമ്മൾ പറഞ്ഞ ഈ ആഡംബരം വേണ്ട എന്നുള്ള സാധനങ്ങളൊക്കെ നല്ലതാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഗേറ്റ് തുറന്നിട്ടുണ്ട്, സെക്യൂരിറ്റി. അതെ 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 അതെ. വേറെ എന്താണ്? അതെ, വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇന്ന് സതീശൻ പോയിട്ട് പിണറായിയുടെ വീട്ടിൽ പോയി പിണറായിയെ കൊണ്ട് ചിരിപ്പിച്ചു. സ്വാഭാവിക ചിരി വന്നു പിണറായിയുടെ. ഈ നമ്മൾ അതിലേക്ക് വരുമ്പോൾ സതീശന്റെ ഇന്നത്തെ പല യാത്രകളും, ഇന്നലെ സതീശൻ ആന്റണിയെ പോയി കണ്ടു. അതെ, അത് ന്യായമായ കാര്യം. അടൂർ പ്രകാശിനെ കണ്ടു. ആന്റണിയെ കണ്ടത് ന്യായമായ കാര്യം. കാരണം ആന്റണി എന്ന് പറഞ്ഞ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. ആന്റണിയെ പോയി കാണേണ്ടത് ആവശ്യമാണ്. ആന്റണിയെ കണ്ടു, സംസാരിച്ചു, അനുഗ്രഹം വാങ്ങി, ഉപദേശം തേടി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല 2000-ൽ ഇതേപോലൊരു വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ആന്റണി മുഖ്യമന്ത്രിയായത്. അടൂർ പ്രകാശിനെ പോയി കാണണം. ഒന്ന് UDF കൺവീനറാണ്, 2 അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തെ കണ്ടു. അതേപോലെ തന്നെ അദ്ദേഹം ചാണ്ടിയുമ്മന്റെ വീട്ടിൽ പോയി, പുതുപ്പള്ളി ഹൗസിൽ പോയി. ഇന്നലെ പോയി. അതും നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഈ ചാണ്ടിയുമ്മന്റെ സപ്പോർട്ട് ഇദ്ദേഹത്തിനായിരുന്നില്ല, വി ഡി സതീശനായിരുന്നില്ല. പക്ഷെ എന്നിട്ടും ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയോടുള്ള ഒരു ആദരവാണ്, നല്ലതാണ്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഗുരുക്കന്മാരെയൊക്കെ കാണുന്നത് വളരെ നല്ല കാര്യമാണ്. അദ്ദേഹം അമ്പലത്തിൽ പോയി, മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതിനു മുമ്പ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. വാർത്ത പോയിട്ടുണ്ടാവാം.
പക്ഷേ അന്ന് ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. ഇപ്പൊ ഇത് വാർത്തയാണല്ലോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട്, നല്ല കാര്യം. എന്തായാലും ഉടുപ്പിടാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി ആവേശഭരിതനായി തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഇന്ന് അദ്ദേഹം വീണ്ടും യാത്രകളാണ്. ഈ യാത്രകൾക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങുമ്പോൾ ഒന്ന് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പോസിറ്റീവ്സ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചാനൽ മാധ്യമ പ്രവർത്തകരോട് ചോദ്യം കൊണ്ടുപോകാം, ബൈറ്റ് കൊടുക്കുന്നത്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അത് പറയാൻ അദ്ദേഹത്തിന് പറ്റും, അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയമില്ല. പക്ഷെ അതിന് അദ്ദേഹം ഏറ്റവും പ്രധാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജി കാർത്തികേയന്റെ വീട്ടിൽ പോയത്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു ജി കാർത്തികേയൻ. അദ്ദേഹത്തിന് സീറ്റ് വാങ്ങുക, അതായത് ഈ കേരളത്തിന് സതീശൻ എന്ന മുഖ്യമന്ത്രിയെ സമ്മാനിച്ചത് ജി കാർത്തികേയൻ. അദ്ദേഹം അവിടെ പോയി, അവിടെ ഈ പുള്ളിയുടെ വൈഫ് സുലേഖ എന്നല്ലേ, ഡോക്ടർ സുലേഖ, അദ്ദേഹം വൈഫുമായിട്ട് വളരെ നേരം സംസാരിച്ചു. വളരെയധികം സന്തോഷമായി. കാരണം അദ്ദേഹം എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, ജി കാർത്തികേയൻ ആണ് അദ്ദേഹത്തിന്റെ ഗുരു. ഈ ജി കാർത്തികേയൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ കാർത്തികേയൻ ആയിരുന്നു കരുണാകരനോട് അല്പം അകന്ന് തിരുത്തലവാദം ഉണ്ടാക്കും. അതെ, ഈ കാർത്തികേയൻ പുസ്തക വായനയും ഒരു നല്ല നേതാവായിരുന്നു. പുസ്തക വായനയടക്കമുള്ള ഒരു എന്താ പറയുക, ഞാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് കാർത്തികേയനോട് പരിചയമുണ്ട്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു 93 കാലഘട്ടങ്ങളിൽ എനിക്ക് കാർത്തികേയനോട് നല്ല അടുപ്പമുണ്ട്. അന്ന് അദ്ദേഹം ആ കാലഘട്ടത്തിൽ 2000 എൻ്റെ കല്യാണത്തിന് ഇവിടെ നിന്ന്, അന്ന് വളരെ മോശം വഴിയാന്ന് ഓർക്കണം, തിരുവനന്തപുരത്ത് നിന്ന് എരുമേലി 2000 അത്രയും മോശം വഴിയിൽ താണ്ടി ജി കാർത്തികേയന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അന്ന് മന്ത്രിയാണോ? അല്ല, എം എൽ എ ആണ്. 2000 എൻ്റെ കല്യാണത്തിന് അദ്ദേഹം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ അത്തരത്തിലുള്ള സൗഹൃദങ്ങൾക്ക് വില കൊടുക്കുന്ന മനുഷ്യനാണ് കാർത്തികേയൻ. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഈ ഗ്രൂപ്പിന് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ആ സമയത്ത്. അതെ, അത് 2001 മന്ത്രി. അപ്പൊ ഈ ഇവിടെ എനിക്കൊന്ന് 88 86 ആണ് ഇയാള് നമ്മുടെ സതീശൻ ഈ കളമശ്ശേരി സോഷ്യൽ സയൻസ് കോളേജിൽ നിന്നും കൗൺസിലറായി ജയിച്ചു വരുന്നു. അവിടെ ജയിച്ചത് എങ്ങനെ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻബലം കൊണ്ടല്ല, നേരെ മറിച്ച് അദ്ദേഹം നല്ല പ്രസംഗകനാണ്. അതെ, ഒരു UDF കോട്ടയാണ്. അവിടെ അദ്ദേഹം KSൽ അംഗത്ത് കൊടുക്കുന്നു, അവിടെ ഒരു പ്രസംഗം പറയുന്നു, അദ്ദേഹം കൗൺസിലറാവുന്നു. ആ കൗൺസിലറായപ്പം ഇദ്ദേഹത്തിന് ഇത് പരിപാടി വെച്ച് കാർത്തികേയൻ ശ്രദ്ധിക്കുന്നു. അപ്പോൾ കാർത്തികേയൻ കൊള്ളാവില്ല ഇവൻ എന്ന് പറഞ്ഞിട്ട് കാർത്തികേയൻ പറഞ്ഞു ഇയാളെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് പരിഗണിക്കാൻ. MG യൂണിവേഴ്സിറ്റി. ഞാൻ ഇന്നൊരു വീഡിയോയിൽ ആ കഥ പറഞ്ഞു. അത് ഭയങ്കര ത്രില്ലിങ് കഥ. എന്നെ കാര്യം പറയാം, എനിക്ക് ആ കഥ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം 86 അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് മത്സരിക്കുമ്പോൾ SFIയുടെ സിറ്റിംഗ് സീറ്റാണ്. SFIയുടെ കാര്യമാണ് ഭരണം. ഈ രണ്ടാമത് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് SFI മത്സരിക്കുന്നത് ഗിരീഷ് എസ് നായരാണ്. ഈ ഗിരീഷ് എസ് നായർ എന്ന് പറഞ്ഞാൽ എൻ്റെ നേതാവായിരുന്നു. ഞാൻ കാഞ്ഞിരപ്പള്ളി കോളേജ് പഠിക്കും, ഞങ്ങളുടെ സീനിയറാണ്. അപ്പൊ ഈ ഗിരീഷ് എസ് നായർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര താരമാണ്. നമുക്കെന്ന് പറഞ്ഞാൽ നല്ല പൊക്കമൊക്കെയുള്ള, നല്ല തിളങ്ങുന്ന താടിയുള്ള, നല്ല വെളുത്ത സുന്ദരക്കുട്ടനായിട്ടൊരു നേതാവാണ്, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. SFI ഇല്ല കാഞ്ഞിരപ്പള്ളി സെന്റ് ജോൺസ് കോളേജിൽ. ആകപ്പാടെ മത്സരിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിക്കാൻ വേണ്ടിയിട്ട് കൗൺസിൽ സീറ്റിലേക്ക് മാത്രമാണ്. അത് ഒരാൾ ഈ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എത്ര? 85%. ഈ കാഞ്ഞിരപ്പള്ളി കോളേജ് അല്ല, ഈ കോളേജിൽ നിന്ന് കിട്ടി 85% വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അത്രയ്ക്കും ഗ്ലാമർ. അതായത് സുരേഷ് കുറുപ്പിന്റെ അവതാരമായിരുന്നു. അതുപോലെ സുരേഷ് കുറുപ്പ് കഴിഞ്ഞാൽ ഇയാളാണ് നമ്മളെ. അപ്പൊ എനിക്കൊക്കെ ആരാധനയായിരുന്നു. അപ്പൊ ഞാനൊക്കെ കരുതുന്ന അയാൾ മുഖ്യമന്ത്രി ആവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പോകുന്നത് ഈ സതീശൻ അവിടെ ഒന്ന് മത്സരിക്കുക, യൂണിവേഴ്സിറ്റി ചെയർമാൻ മത്സരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ട് അദ്ദേഹം ജയിക്കേണ്ടതാണ്. പക്ഷെ ഇവർ ചെയ്തെന്താന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് ഗ്രൂപ്പ് വർക്കാണല്ലോ, അതിലെ ഒരു AI ഗ്രൂപ്പാണ്. PT തോമസ് എന്ന KSU പ്രസിഡന്റാണ്. സതീശൻ PT തോമസിനെ അവിടെ ഇറക്കി. PT തോമസ് എന്ന് പനിയായിട്ടിരിക്കുകയാണ്. ഈ PT തോമസ് എന്ത് ചെയ്തു? 3 A-കാരെയും 2 I-കാരെയും 3 I-കാരെയും 2 I-കാരെയും 5 പേരെ വെച്ച് ഒരുമിച്ച് വോട്ട് ഇടാം. നിങ്ങൾ പരസ്പരം അവിടെ പോയിട്ട് ഒരുമിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞു ഈ കൗൺസിലർമാരെ. അഭിമാർക്ക് കാര്യം വരാൻ പറ്റത്തില്ല. ഈ ബുദ്ധിയിലാണ് സതീശൻ അവിടെ ജയിക്കുന്നത്. ഗിരീഷ് തോറ്റുപോയി. ഇതിപ്പോ ഇടപെടുത്തുന്നത് സതീശന്റെ ബുദ്ധിയാണ്. വന്നെങ്കിൽ മാത്രമേ നമ്മൾ നടക്കുള്ളൂ. കാരണം എന്നിട്ട് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞെന്നാ പറയുന്നത്, ആദ്യം നമുക്ക് ജയിക്കാം എന്നിട്ട് ഗ്രൂപ്പ് കളിക്കാം. ആദ്യം പുള്ളി പറഞ്ഞ ഗ്രൂപ്പ് കളിച്ച് നമുക്ക് ജയിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ആദ്യം ജയിക്കാം. സതീശൻ അങ്ങനെ പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നുമില്ല. അന്നുമില്ല. സതീശന്റെ കാര്യം മാത്രം കൃത്യമായി ഭംഗിയായി നടത്തുന്ന ആളാണ്. അപ്പൊ അങ്ങനെ സതീശൻ കയറി വന്നിട്ട് പിന്നെ സതീശന് പിന്നെ ഒരവസരം കിട്ടിയിട്ടില്ല. അതിന് തൊട്ട് പിന്നാലെ KSU പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ KSU പ്രസിഡന്റ് സതീശനായിരിക്കും പ്രസിഡന്റായി. ആ തെരഞ്ഞെടുപ്പ് അങ്ങ് റദ്ദാവുന്നു. പിറ്റേ വർഷമാണ് വേണു പ്രസിഡന്റായിട്ട് വരുന്നത്. അത് സതീശൻ ഔട്ടായി. വേണു പ്രസിഡന്റ് ആവുമ്പോൾ സതീശൻ ജനറൽ സെക്രട്ടറി ആവുമെന്ന് കരുതി കൊടുത്തില്ല. അപ്പൊ ഇതൊക്കെ ഭയങ്കര രസമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴൊക്കെ സതീശൻ സ്വന്തം വഴി വെട്ടിയപ്പോൾ കൊണ്ടിരുന്നു. അവിടെയാണ് നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നം. എന്താന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞത് ശരിയാണെന്ന് അറിയത്തില്ല, ഇത് സ്ഥിരീകരിക്കണം. ഈ പോലീസ് അസോസിയേഷൻ അറിയാമല്ലോ, ഭരണം മാറുമ്പോഴാണ് പോലീസിന്റെ ഭരണ അസോസിയേഷൻ മാറുന്നത്.
അപ്പോൾ ഈ ഭരണം ഈ കഴിഞ്ഞ 10 വർഷം ഈ CR ബിജു എന്ന് പറഞ്ഞ ഒരാളായിരുന്നു കേരള പോലീസ് ഭരിച്ചിരുന്നത്. അതെ, അദ്ദേഹമാണ് എല്ലാം പോലീസിന് വേണ്ടി എല്ലാം എഴുതുന്നതും ചെയ്യുന്നതും എല്ലാം. അയാൾ DGP പോലും CR ബിജുവിന് കീഴിലാണ്. അതെ. ഈ CR ബിജു എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരുന്നു. ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കള്ളക്കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദമായി അന്വേഷിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിന് സ്പെഷ്യൽ വിട്ടു. ക്രൈംബ്രാഞ്ച് നല്ലൊരു ഓഫീസറായിരുന്നു. അയാൾ ഫുൾ വിശദമായിട്ട് അന്വേഷിച്ചിട്ട് ഇതെല്ലാം വ്യാജമാണ്. പക്ഷെ അത് റിപ്പോർട്ട് സമർപ്പിക്കാൻ അതില്ല. ഇത് അവരവിടെ എഴുതി വെച്ചേക്കും. ഈ UDF സർക്കാർ വന്നിട്ട് വേണം ഇത് സമർപ്പിക്കാൻ. ഞാൻ പിന്നെ വിവരാവകാശ പ്രകാരം ഈ സാധനം എടുത്തു വെച്ചു, ഈ റിപ്പോർട്ട് എടുത്തു വെച്ചു. അതുകൊണ്ടാണ് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ ഈ CR ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനം ഇപ്പോഴും തുടരുകയാണ്. അപ്പം അജിത്ത് എന്ന് പറയുന്ന ആളാണ് UDF പോലീസിന്. ഈ അജിത്ത് ഉമ്മൻചാണ്ടി സർക്കാർ മാറിയതിന് പിറ്റേ ദിവസം അജിത്തിനെ ട്രാഫിക് ഡ്യൂട്ടിയിലിട്ട് അവന്മാര് അങ്ങനെ പണിഞ്ഞു കൊടുത്തു. അത് മുതൽ അജിത്തിനെ ഇട്ട് ഉപദ്രവിക്കുകയും സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയും, അത് മാത്രമല്ല UDF അനുകൂലിച്ച പോലീസുകാർ മുഴുവൻ ബുദ്ധിമുട്ടിച്ചു. അതെ, ഇവരെല്ലാം ട്രാഫിക്കിലും അവിടെ ഇവിടെ. എന്നിട്ട് ഞാൻ അറിയുന്നത് അജിത്തിന് അപ്പോയിന്റ്മെന്റ് വെച്ചിട്ട് പുതിയ CM കൊടുത്തില്ലെന്നാണ്. അതായത് ആ പോലീസിലൊന്നും നമ്മുടെ അവിടെ അതൊക്കെ നിഷ്പക്ഷത, അത് ആന്റണിക്ക് അങ്ങനെ രോഗം ഉണ്ടായിരുന്നു. അതെ അതെ. CPMകാർ ഭരിക്കുമ്പോൾ അവർക്ക് നിഷ്പക്ഷതയില്ല. ഈ നിഷ്പക്ഷതയില്ലാതെ അവരെന്ത് ചെയ്യും? അവരുടെ ആൾക്കാരെ മുഴുവൻ സംരക്ഷിക്കും, പാവങ്ങളെ തല്ലും. UDF വരുമ്പം നിഷ്പക്ഷത. അത് സ്ഥിരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത് പോലീസ് ഈ പാവപ്പെട്ട കേസുകാർ അനുഭവിക്കാം. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ VD സതീശന് അനുകൂലമായ തരംഗം ഉണ്ടായല്ലോ, ഭയങ്കരമായ തരംഗം ഉണ്ടായി. അതിന്റെ പിന്നാമ്പറ കഥയൊക്കെ എന്തോ ആവട്ടെ, ഭയങ്കരമായ തരംഗം ഉണ്ടായി. ഈ VD സതീശനെ പിന്തുണച്ച ആളുകളോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവർ VD സതീശനെ ഇത്ര ആരാധിക്കാൻ കാരണം അവരുടെ ധാരണ VD സതീശന് പിണറായി വിജയനെ എപ്പോഴും അകത്തിടുന്നു. അതെ, അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ഉപദ്രവിച്ചവരെല്ലാം അകത്തിടും, അഴിമതി മുഴുവൻ കൊണ്ടുവരും. പക്ഷെ VD സതീശനത്തെ ലൈൻ എന്താണ് എന്ന് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് പിണറായി വിജയന്റെ പോക്ക്. അതെ അതെ. പിന്നെ ഇത് കീഴ്വഴക്കമാണ്, ഒരു രാഷ്ട്രീയ കീഴ്വഴക്കം. അങ്ങനെ പിണറായി വിജയൻ പ്രതിപക്ഷം നേതൃത്വം പോയിട്ടില്ല. അതെ, ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് അദ്ദേഹം പോയതല്ലേ? പോയിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഇതിൽ പോയിട്ടുള്ള ഉറപ്പാണ്, ആദ്യ സർക്കാരിന്റെ. അതെ, നേരത്തെ ഇത് ഉമ്മൻചാണ്ടിയും പോയിട്ടുണ്ട്, അന്ന് പ്രതിപക്ഷ VSന്റെ അടുത്ത് പോയിട്ടുണ്ട്, പിണറായി പോയിരുന്നു. പിന്നെ ഇത് ഒരു രാഷ്ട്രീയ കീഴ്വഴക്കമാണ്. ഇവിടെയും വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം പോയില്ലേ? അതെ, ഇതൊരു എന്താണ് ഒരു നമ്മളിപ്പോ കീഴ്വഴക്കമാണ്, കുഴപ്പമില്ല, കീഴ്വഴക്കമാണ്. പക്ഷെ അവിടെ പോയി ആ ശരീരഭാഷ അവിടെ ചെന്ന് പിണറായി വിജയൻ സ്വീകരിച്ചിരുത്തുന്നു, ചായ കൊടുക്കുന്നു, വീണാ വിജയനൊക്കെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം. ചേടാ, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇപ്പൊ ഇയാളുടെ ഈ അഴിമതിയും തട്ടിപ്പ് എല്ലാം അന്വേഷണം എന്താണെന്ന് ചോദിച്ചാൽ അത് ശരിക്കും ഒരു വേണമെങ്കിൽ പറയാം, ഇത്രയും ഭംഗിയായിട്ട് പിണറായി വിജയൻ ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പിണറായി വിജയൻ ചിരിക്കാത്ത പിണറായി വിജയൻ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇതിനകത്ത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സ്വാഭാവികമായൊരു സന്ദർശനം മാത്രമേ, അത് ജസ്റ്റ് മാധ്യമ ശ്രദ്ധയുണ്ട് അതിനകത്ത്, അതൊരു കാര്യമാണ്. പിന്നെ ഇപ്പം നേരെ തിരിഞ്ഞില്ലേ കസേര തമ്മിൽ, അതൊരു വലിയ രസമുള്ള സംഭവം. ഈ കസേര തമ്മിൽ നേരെ തിരിഞ്ഞു, അപ്പുറം ഇപ്പുറം ഇരുന്ന കസേര തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. സൂപ്പറായിട്ട്. അതിനകത്ത് പിണറായി വിജയൻ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ, എനിക്ക് തോന്നുന്നു 10 വർഷം ഇരുന്ന കസേരയിൽ ഇരിക്കുകയാണ്. അന്ന് ഈ VD സതീശൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ, പല വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പിണറായി പൊട്ടിത്തെറിക്കുമായിരുന്നു. പിണറായി അതാണല്ലോ, അങ്ങനെ VD സതീശനെ ആശയപരമായി നേരിടാൻ പറ്റാത്ത വന്നപ്പോഴാണ് സൈബർ സംഘങ്ങളെ കൊണ്ട് നുണേശൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ ഇവർ വ്യാപകമായിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാം നുണയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഈ UDFന് 102 സീറ്റ് കിട്ടി, ഇവരുടെ ഈ ഒറ്റ പ്രചാരണത്തിന്റെ പുറത്താണ്. അല്ല, ഈ ഇദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ശ്രമങ്ങളും പൊളിഞ്ഞു പോയി നമ്മുടെ നികേഷ് കുമാർ. അതെ, അത് മൊത്തം പൊളിഞ്ഞു, തിരിച്ചടിച്ചില്ലേ? തിരിച്ചടിച്ച് നുണേശൻ ഇവര് സതീശനെ പറഞ്ഞ് അദ്ദേഹത്തെ വ്യാപകമായിട്ട് ആക്രമിച്ചു. എന്ത് സംഭവിച്ചു? ആ പേജുകളെല്ലാം അദ്ദേഹം CM ആയില്ലേ? ഇനി ഈ പേജ് ഉണ്ടാക്കിയതിനൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് പൊക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവര് തന്നെ വന്ന് പറയുന്നുണ്ട് ഇത് ഞങ്ങളാ ഉണ്ടാക്കിയെന്നുള്ളത്. നികേഷ് തന്നെ വന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഈ ആ ഒരു മാറ്റം എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോഴും പിണറായി വിജയനെ ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള ശേഷിയില്ലാതിരിക്കവേ ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഉമ്മൻചാണ്ടി 2016 തോക്കുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം അപ്പോൾ തന്നെ ഒഴിഞ്ഞ് രമേശിനെ ഏൽപ്പിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് കഴിയില്ല, കാരണം ഇത്രയും നയിച്ചുകൊണ്ട് പോകണം, ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അല്ല, അദ്ദേഹം ആലോചിക്കണം. ഉമ്മൻചാണ്ടിക്ക് അറിയാം രമേശിനെ ഏൽപ്പിച്ചാൽ അടുത്ത തവണ താൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടത്തില്ലെന്നറിയാം. എന്നിട്ടും ഉമ്മൻചാണ്ടിയെ, അന്ന് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ല ഈ ഉമ്മൻചാണ്ടിക്ക്. അതാണ് രാഷ്ട്രീയ അന്തസ്സ്. ഒരു തോൽവി ഉണ്ടാവുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാറി. രമേശ് ചെന്നിത്തലയോ, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ഇരുന്നിട്ട് വിജയിപ്പിക്കാൻ കഴിയാത്തതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം മാറി, അദ്ദേഹം ഏൽപ്പിച്ചു. സതീശൻ അത് വിജയിച്ചു, അദ്ദേഹം അത് ആവശ്യപ്പെട്ടു. എന്തായാലും പ്രശ്നം ഉണ്ടായി, ജയിച്ചു. പക്ഷെ ഇത്രയും നാണം കെട്ട ഒരു പരാജയം
അത് ഇതിനകത്തൊരു രസമുണ്ട്. ഇപ്പോഴും ഇവർ പറയുന്നല്ലോ, അത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. CPM എന്താ ഒരു വിലയിരുത്തൽ നടത്തുന്നത്, നിങ്ങളെല്ലാവരും വിലയിരുത്തൂ, ഉള്ള സത്യം തുറന്നു പറയൂ എന്നാണ് പറഞ്ഞത്. ഇതുവരെ ഉള്ള സത്യം ആരും തുറന്നു പറഞ്ഞു. പിണറായിയോട് ആരും പറഞ്ഞില്ല നിങ്ങൾ അതിന് കുഴപ്പത്തിൽ. ഇവർ പറയുകയും ചെയ്യുന്നുണ്ട് പിണറായി വിരുദ്ധം ഇല്ലെന്ന്. അതെ, അങ്ങനെയാണ് പറഞ്ഞത്. ഭരണവിരുദ്ധവും പിണറായി വിരുദ്ധവും ഇല്ല എന്നാ പറയുന്നത്. പിന്നെ എങ്ങനെ തോറ്റത്? അപ്പൊ അങ്ങനെ വരുത്തി തീർക്കണമെങ്കിൽ പിണറായി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിശാഖൻ, 99 സീറ്റ് ഉണ്ടായിരുന്ന LDF-ന് 35 സീറ്റായിട്ട് കുറഞ്ഞു. എന്നുവെച്ചാൽ 3-1 കുറഞ്ഞു. 50ഓളം CPM LDF MLA-മാർ തോറ്റുപോയി. പിന്നെ 32 പേരാണ് UDF-കാർ മത്സരിച്ച, 32 പേരും ജയിച്ചു. കണ്ണൂർ ജില്ലയിൽ വിമത MLA-മാർക്ക് കിട്ടിയ ഭൂരിപക്ഷം, വിമതർക്ക് കിട്ടിയ ഭൂരിപക്ഷം CPM-ന്റെ കോട്ടകൾ. ഇയാള് വേറെ ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നെ പിണറായി വിജയൻ തോറ്റുപോയിനെ, സംശയം ഉണ്ടായിരുന്നു. അതാണ് വേറെ നല്ല സ്ഥാനാർത്ഥി മാത്രമല്ല TK ഗോവിന്ദൻ മത്സരിച്ചാൽ മതിയായിരുന്നു. അല്ലേ, കുഞ്ഞികൃഷ്ണ ഗോവിന്ദനോ ആരിലും ഒരാൾ മത്സരിച്ചാൽ മതിയായിരുന്നു. പിണറായി വിജയൻ തോറ്റു. ഇല്ല, അവിടുത്തെ തന്നെ ഒരു പ്രാദേശിക നേതാവിനെ ഇറക്കിയാൽ മതിയായിരുന്നു. അത് തോറ്റുപോയിനെ. അതാണ്. പിന്നെ ഇവര് വേണ്ട, K. സുധാകരൻ മത്സരിച്ചാൽ മതിയായിരുന്നു, ജയിക്കുമായിരുന്നു. UDF തവണ ഈ UDF-ന്റെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഒരു കുറഞ്ഞതൊരു 10 സീറ്റ് വരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഈ KC വേണുഗോപാൽ, നമുക്ക് KC വേണുഗോപാൽ പിണക്കമൊന്നുമില്ല, താല്പര്യമാണ്. KC വേണുഗോപാൽ തന്നെ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ വേണ്ടി സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇടപെടൽ നടത്തിയായിരുന്നു. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇടപെടൽ നടത്തിയിട്ട് KC വേണുഗോപാൽ കൊണ്ടുവച്ച് പല സ്ഥാനാർത്ഥികളും ഭാഗ്യം കൊണ്ട് ചോദിച്ചു. നിങ്ങളുടെ സുഹൃത്ത് ഒക്കെ ഈ തരംഗത്തിൽ ജയിച്ചാലും ജയിക്കത്തില്ല. പഴകുളം മധു ജയിച്ചു, MM നസീർ, മറ്റേ അബിൻ വർക്കി. പക്ഷെ ഓക്കെ, അബിൻ വർക്കി അർഹതയുള്ള സ്ഥാനാർത്ഥി. ഞാൻ പറഞ്ഞ് ഈ പഴകുളം മധുവും ചടയമംഗലത്ത് മത്സരിച്ച നസീറും ഒക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അവർക്ക് സീറ്റ് കിട്ടിയത് വേണുവിന്റെ ആളുകൾ, അതുകൊണ്ട് തന്നെ അവര് ഇദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ കിട്ടിയിട്ട് തോറ്റുപോയ തന്നെ സതീഷ് കൊച്ചുപറമ്പിൽ. അതെ, ഈ കോന്നിയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയാലും ജയിക്കുമായിരുന്നു, കുറച്ചുകൂടെ നല്ല സതീഷ് കൊച്ചുപറമ്പിൽ ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹം ആദ്യമായിട്ടൊരു ഇലക്ഷൻ നേരിടുക. പിന്നെ അദ്ദേഹത്തിന് ഒരു എക്സ്പോഷർ ഇല്ല, അതാണ് പ്രശ്നം. അല്ല, ഞാൻ പറഞ്ഞ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പെരുമാറാനുള്ള ഒരു എനർജി ഉണ്ടാവും. ഇവർക്ക് വേണേ ഈ വിജയ് ഉടനെ നിർത്തിയാൽ പോലും ചിലപ്പോൾ സുഖമായിട്ട് ജയിക്കാമായിരുന്നു. അതുപോലെ അവന് ജാതി നോക്കിയവര്. അതെ, പക്ഷേ മറ്റ് പലയിടത്തും, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടികയിലെ CC മുകുന്ദൻ, നാട്ടിക CC മുകുന്ദൻ സീറ്റ് കൊടുത്താൽ മുകുന്ദനും ജയിക്കും, പ്രതാപനും ജയിക്കും. അതെ, ഉറപ്പായിട്ട് ജയിക്കുമായിരുന്നു. അത് പക്ഷേ പ്രതാപന്റെ മുതലാളി തന്നെ പണി വെട്ടിയതാ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിച്ചു, ഇത്തരത്തിൽ ഒരു 10 സീറ്റ് കളഞ്ഞു അങ്ങനെ പോയിട്ടുണ്ട്. അല്ലാതെ ഇവർ ദയനീയമായി തോൽക്കുമായിരുന്നു. 110 സീറ്റെങ്കിലും UDF കൊണ്ടുപോയി, UDF ഉറപ്പായിട്ട് കിട്ടുന്നുണ്ട്. അല്ലേ? പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ, പിണറായിയാണ് തോൽവിക്ക് കാരണമെന്ന് പറയാൻ ആർക്കും ഇപ്പോഴും ധൈര്യമില്ല. ആ പിണറായി ആണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുനിന്ന് മാറ്റിയാൽ അത് പാർട്ടി അംഗീകരിച്ചു എന്ന് വരും, ഇയാളാണ് തോൽവിക്ക് കാരണം. അതുകൊണ്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അവർക്ക് മറ്റൊരു പൊളിറ്റിക്സുണ്ട്. KN ബാലഗോപാൽ. ഇവരൊരിക്കലും കണ്ണൂർ ലോബി പാർട്ടിയുടെ പിടിവിടത്തില്ല. അപ്പൊ KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവായ ഓട്ടോമാറ്റിക്കലി ബാലഗോപാലിന് ക്ലെയിം വരുവാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിട്ട് വരാ. അതിന് ആ ക്ലെയിമാണ് അവരുടെ വിചാരം. അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് എവിടെയൊക്കെയോ ഞാൻ വായിച്ചു. ഇതൊക്കെ എന്താ, ഇതിന് ചിരഞ്ജീവിയാണെന്നാണ്. അതാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഇനി അഥവാ ബാലഗോപാൽ ഇല്ലെങ്കിൽ ഒന്ന് വരുന്നത് സജി ചെറിയാനാണ്. ഇനി അഥവാ ഈ കണ്ണൂർ ലോബിയുടെ ഭാഗത്തു നിന്ന് ഇറക്കണമെങ്കിലുള്ളത് മുഹമ്മദ് റിയാസേ ഉള്ളൂ. അയാളെ ഒട്ട് സമ്മതിക്കത്തില്ല. ഒരു കാരണവശാലും ഇത്ര സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ നിൽക്കുന്ന സമയത്ത് സമ്മതിക്കത്തില്ല. അപ്പൊ ഇത് ഉണ്ടാകാതിരിക്കാനാണ് KK ശൈലജ നിർത്തി തോപ്പിച്ചത്. അല്ലെ ഇപ്പൊ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് KK ശൈലജ പിന്നെ മുഖ്യമന്ത്രിയാണ്. അത് ഒരിക്കലും അദ്ദേഹം അംഗീകരിക്കുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പാർട്ടി ഒരിക്കലും നന്നാവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ പാർട്ടിയുടെ ഇപ്പോഴും പിണറായിയുടെ അതിന്റെ കാരണം 18 വർഷം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. വേറെ ഒരു നേതാവും 18 വർഷം പാർട്ടി സെക്രട്ടറി ആയിട്ടില്ല. ഈ 18 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഒഴിയുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, പാർട്ടി സെക്രട്ടറിക്ക് വെറും നോക്കുകുത്തിയാക്കി, പാർട്ടി സെക്രട്ടറി ഇല്ലാതാക്കി. അപ്പൊ 28 വർഷം CPIM എന്ന പാർട്ടിയുടെ സർവാധികാരിയാണ്. ആ പിണറായി വിജയൻ 28 വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന പാർട്ടി ഭാരവാഹികൾക്ക് പിണറായിയുടെ അടിമത്തത്തിൽ നിന്നും മോചനം പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തോറ്റിട്ടും ഇനി അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ മരിച്ചാലും അവരെ അല്ല, ഈ പിണറായി ഇവിടുന്ന് ഇനി തോറ്റിട്ടായിക്കോട്ടെ മരിച്ചിട്ടായിക്കോട്ടെ അദ്ദേഹം ഒഴിയുന്നതോടെ ഈ പാർട്ടി ഇവിടെ ഇല്ലാതെ. അല്ല, പക്ഷെ അദ്ദേഹം മരിച്ചാലും എനിക്ക് ചില്ലുകൂട്ടിലെടുത്തിട്ട് അത്ര അടിമത്തവും അത്ര ഭയമാണ്. അത്ര ഭയമാണ്. പിണറായി വിജയനാണ് തോൽവിക്ക് കാരണമെന്ന് കൈ ചൂണ്ടി പറയാൻ കഴിവുള്ള ഒരു നേതാവെങ്കിലും വേണ്ടിയിരിക്കും. എന്തായാലും VD സതീശനെ കുറിച്ച് നമ്മുടെ ഒരു ആശങ്ക, എൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഈ പോലീസ് നിഷ്പക്ഷത എന്നൊക്കെ പറഞ്ഞ് പക വീട്ടിയവരോട് വിട്ടുകളഞ്ഞാൽ, കാരണം നമ്മൾ ഈ വീണ ജോർജിനെ
വധശ്രമത്തിന് നടത്തിയെന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട പിന്നെ അത്രയും പിള്ളേരെ എടുത്ത തല പോയ രക്ഷാപ്രവർത്തനത്തിനിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇഷ്ടം പോലെ ഈ തോമസിനെ അവരൊക്കെ വളരെ പ്രതീക്ഷയോടാണ് ഇരിക്കുന്നത്. അവരെ പ്രതീക്ഷയോടിരിക്കുന്നത്. മാത്രമല്ല ആ വിമാനത്തിൽ വെച്ച് കരിങ്കൊടി കാണിച്ചിട്ട് പിള്ളേരെ ഇവരെയൊക്കെ ഉപദ്രവിച്ചു, ഇവരെയൊക്കെ ജയിലിലടച്ചു. അപ്പോൾ ഈ കള്ളക്കേസുകളൊക്കെ ചെയ്ത് അവരെ പുറത്താക്കുക, ഈ പറയുന്ന CPM-ന്റെ തോന്നിയാസങ്ങൾക്ക് ഇവരിപ്പോൾ തന്നെ സമരവും പ്രതിഷേധവും തുടങ്ങിക്കഴിഞ്ഞു. അതിൽ ഏറ്റവും ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. വളരെ വിചിത്രമായ ഒരു സമരം കണ്ടായിരുന്നു ഇന്നത്തെ. കാസർഗോഡ്. ടിക്കറ്റ് ചോദിച്ചു കൊല്ലത്തും ഉണ്ടായിരുന്നു. 3 നടത്താ മഹിളാ മോർച്ച നടത്തിയത് അല്ലേ? ടിക്കറ്റ് ചോദിക്കുന്നതല്ലേ, ഞങ്ങൾ ടിക്കറ്റ് എടുക്കത്തില്ല എന്ന് പറഞ്ഞ് കയറി വന്നേ. കാരണം സത്യം പറഞ്ഞാൽ ഈ സമരം നയിക്കാൻ പറഞ്ഞു വിട്ടവരെ വേണം സമ്മതിക്കണം. കാരണം അതായത് പ്രേക്ഷകർക്ക് പിടികിട്ടിട്ട് കാണില്ല. അതായത് KSRTC ബസ് സൗജന്യമായി സ്ത്രീകൾക്ക് യാത്ര UDF-ന്റെ പ്രകടന പത്രികയിലുണ്ട്. അത് എന്ന് നടപ്പാക്കുമെന്നൊന്നും പറഞ്ഞില്ല. അത് നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് ഇവർ സമരം തുടങ്ങി. നോക്കണം, ഇതുവരെ മുഖ്യമന്ത്രി പോലും ഞങ്ങളുടെ കുഴപ്പമല്ലെന്നാ അവർ പറയുന്നത്. 15 ദിവസമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നില്ല? ആലോചിച്ച് നോക്കിയേ. പക്ഷെ ഈ ഒരു സൂചന UDF-ന്റെ LDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ BJP സമരരംഗത്ത് പിറകിലായിരുന്നു. പക്ഷേ UDF ഭരിക്കുമ്പോൾ BJP സമരത്തിന് മുമ്പിലുണ്ടാവും എന്നതിന്റെ തെളിവാണ്. അവരുടെ അജണ്ട കൃത്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാണക്കാട്ടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം നടത്തി BJP ഇവിടെ വളരും. ഈ ഒരു ഉറപ്പായിട്ട് വളരും. UDF-ന്റെ തണലിൽ UDF-ന്റെ സഹായത്തോടെ അവർ വളരും. ഇന്ന് എന്നോട് വേറെ ഒരു കഥ ഒരാൾ പറഞ്ഞു കേട്ടോ. എന്നോട് ഒരാൾ പറഞ്ഞു ശരിക്കും പണി കിട്ടാൻ പോകുന്ന ലീഗിനാന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, മീഡിയ വൺ ഈ കോക്കസാണ് ഇയാളെ മുഖ്യമന്ത്രിയാക്കിയത് എന്നുള്ളതുകൊണ്ട് പുള്ളി അതിനെ മറികടക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനോ അവർക്കൊന്നും ചെയ്യാനോ പോകുന്നില്ല. കാരണം പുള്ളിയുടെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ല. പുള്ളി ആ പാണക്കാട് പോയിട്ടില്ല. അല്ല, പുള്ളി അവർക്ക് കൊടുക്കും, വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കും. ഇപ്പൊ PM ശ്രീ ഒക്കെ ഇവരാ ഒപ്പിടേണ്ടി വരുന്നത്. ലീഗ് വിദ്യാഭ്യാസം കൊടുത്തു കഴിയുമ്പോൾ PM ശ്രീ കേന്ദ്ര സർക്കാർ പറയുന്ന പദ്ധതി മുഴുവൻ ലീഗ് പോയി ഒപ്പിടും. എന്തായാലും നമുക്ക് നോക്കാം. VD സതീശന്റെ മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി എന്ന അദ്ദേഹത്തിന് ആദ്യത്തെ ദിവസം ഒരു ശൈലി വ്യത്യാസം, അദ്ദേഹം ശൈലി മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അത് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് പിണറായിയുമായി ഒരു കോംപ്രമൈസായി മാറാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.